ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡെയിലി ലൈഫ് എത്താരം. ഇപ്പോൾ പേര് മാറ്റി ഡെയിലി ലൈഫ് എത്താരം എന്നാക്കി ഡെയിലി ലൈഫ് റേറ്റ് മാറ്റി. അപ്പോൾ ഗൈസ് ഇന്ന് ഞങ്ങളെ ഇംഗ്ലീഷ് സ്കൂളിലെ ഇംഗ്ലീഷ് ലെസൺ എന്തായിരുന്നു ഇംഗ്ലീഷിലെ സെക്കൻഡ് ടേം എത്തി. സെക്കൻഡ് ടേമിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ഡിലൈറ്റ്ഫുൾ പേജ്. ഇപ്പം ഇവിടെ വീട്ടിലുള്ള ചോറൊക്കെ തിന്നുകൊണ്ടിരിക്കണം. ഇത് ടീച്ചർ പറഞ്ഞു തന്നത് കടയിൽ പോയി തിന്നണേക്കാലം നല്ലതാണ് വീട്ടിൽ അമ്മയോ അച്ഛനോ അമ്മാമ്മയോ അച്ചാച്ചനോ ഉണ്ടാക്കി തന്നത് തിന്നാൻ. ഇപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ ഉണ്ടാക്കി തന്ന ക്യാബേജ് ഉലത്തിയതും ചോറും എന്താ കരിമീനാണെന്നാ തോന്നുന്നത്. മീൻ അതും കൂട്ടി തിന്നുന്നത് നല്ല രസമുണ്ട്. നല്ല ടേസ്റ്റ്. പുറത്ത് പോയി തിന്നണതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും വീട്ടിൽ. വെക്കേഷന് അച്ഛൻ UK ഇങ്ങോട്ട് വരുമ്പോൾ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കിയ ബിരിയാണി തരും. വീട്ടിലുണ്ടാക്കിയെന്ന് വെച്ചാൽ വേറെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതല്ല. ഈ വീട്ടിൽ അച്ഛനെ ഉണ്ടാക്കിയവർ ബിരിയാണി എനിക്ക് വരുമ്പോൾ നല്ല ടേസ്റ്റുണ്ട്. തിന്നും ഉറങ്ങും. വീട് എണീറ്റ് വന്ന് തിന്നും ഉറങ്ങും. അതാണ് എൻ്റെ ഒരു ഡെയിലി ഷൂട്ട്. അപ്പം എൻ്റെ അമ്മ പറയുന്നത് ഒരു ട്രിപ്പ് പറഞ്ഞ അന്നാണ് പുറത്തുണ്ടാക്കുന്ന ഫുഡ് അവർക്ക് തോന്നിയ പോലെ ഉണ്ടാക്കണം. പക്ഷേ വീട്ടിൽ അമ്മമാർ വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കണം, പ്രത്യേകിച്ച് മക്കൾക്ക് ഉണ്ടാക്കുന്ന ഫുഡിനകത്ത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അത് ആ അമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ ഇൻഗ്രീഡിയൻറ്റും കൂടെ കൂട്ടി ഭക്ഷണം പാകം ചെയ്യുമ്പോഴാണ് കൂടുതൽ സ്വാദ് വരുന്നത്. പുറത്ത് പോയി തിന്നണ്ടെന്നല്ല, പക്ഷെ വീട്ടിലിരുന്ന് എപ്പോഴും ഒരു ദിവസം എപ്പോഴും പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ വീട്ടിലിരുന്ന് തിന്നുന്നത് കുറച്ചുകൂടി ഹെൽത്തിയാണ്. അപ്പം അമ്മ പറഞ്ഞിട്ടില്ലേ സ്നേഹം തോന്നും. അങ്ങനെയാണ്. ഇപ്പം നിങ്ങൾ ബദലഹേം ദയാറ ഹയ്യർ സെക്കൻഡറി എനിക്കറിയാം കേട്ടോ. ബദലഹേം ദയാറാന്ന് പറഞ്ഞ സ്കൂളിൽ ഞാനൂരിലെ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. പിന്നെ ഇങ്ങനത്തെ ടിപ്സും വീഡിയോസൊക്കെ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.